എപ്പോഴും നമ്മുടെ ജുഡീഷ്യറിക്കും നമ്മുടെ പോലീസിനും തെറ്റുപറ്റാറുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ പല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ചെയ്യാത്ത കുറ്റത്തിന് പിടിച്ചകത്തിടുക, അങ്ങനെ അകത്ത് കിടക്കുമ്പോൾ തന്നെ റിമാൻഡിലായിരിക്കുമ്പോൾ തന്നെ ജീവിതം കൈവിട്ടു പോവുക, ഭാര്യ പിണങ്ങി പോവുക, ജോലി നഷ്ടമാവുക, സമൂഹത്തിൽ ഒറ്റപ്പെടുക, അങ്ങനെ പല ആൾക്കാർക്കും സംഭവിക്കാറുണ്ട്. പിന്നീട് അവർ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും സമൂഹം അവരെ അടുപ്പിക്കാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തു വിടാറുമില്ല. എന്തായാലും ഇപ്പോൾ കർണാടകയിൽ നിന്ന് അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. തൻ്റെ ജീവിച്ചിരിക്കുന്ന ഭാര്യയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞൊരു ഭർത്താവിനെ പോലീസ് നിയമ സംവിധാനവും ചേർന്ന് ജയിലിലാക്കിയിരിക്കുകയാണ്. ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചാണ് 1.5 വർഷത്തോളം ഇയാളെ ജയിലിൽ അടച്ചത്. എന്നാൽ പിന്നീട് ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിഞ്ഞു. ഇതിനെ തുടർന്ന് കള്ളക്കേസിൽ 2 വർഷം ജയിലിൽ അടയ്ക്കണമെന്നും കള്ളക്കേസ് ഉണ്ടാക്കിയതിന് 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണമെന്നും ഭർത്താവ് ഇപ്പോൾ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനായി അദ്ദേഹം കർണാടക ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. 2021 കർണാടകയിലെ കുഷാൽ നഗർ താലൂക്കിലെ ബസവൻഹള്ളി ഗ്രാമത്തിൽ താമസിക്കുന്ന കുരുമ്പ സുരേഷിനെ ഭാര്യയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് ജയിലിലേക്ക് അയച്ചു. സുരേഷിന്റെ ഭാര്യ മല്ലിക് പെട്ടെന്ന് അപ്രത്യക്ഷയാകുകയായിരുന്നു. തുടർന്ന് അവരുടെ പിതാവ് മരുമകനെതിരെ കൊലപാതക കുറ്റം ചുമത്തി പരാതി നൽകി. ഇതിനിടയിൽ അടുത്തുള്ള ഒരു ജില്ലയിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തി. ഈ അസ്ഥികൂടം സുരേഷിന്റെ ഭാര്യയുടേതാണെന്ന് പോലീസ് സംശയിച്ചു. പിന്നീട് അസ്ഥികൂടം കാണാതായ ഭാര്യയുടേതാണെന്ന് സുരേഷിനെയും അമ്മയെയും പോലീസ് പറയാനായി നിർബന്ധിച്ചു. എന്നാൽ DNA പരിശോധന നടത്തിയില്ല. പിന്നീട് സുരേഷിനെ 18 മാസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. എന്നിരുന്നാലും അസ്ഥികൂടത്തിന്റെ DNA പരിശോധനയ്ക്ക് കോടതി ഉത്തരവിട്ടപ്പോൾ അത് സുരേഷിന്റെ ഭാര്യയല്ലെന്ന് തെളിഞ്ഞു. പിന്നീടാണ് സുരേഷിനെ ജാമ്യത്തിൽ വിട്ടത്. 2025 ഏപ്രിലിൽ സുരേഷിന്റെ ഭാര്യ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സുരേഷിന്റെ സുഹൃത്ത് അവളെ തിരിച്ചറിഞ്ഞു. പിന്നീട് പോലീസിനെ അറിയിക്കുകയും അവരെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഭാര്യ പെട്ടെന്ന് കോടതിയിൽ ഹാജരാകുകയും പോലീസിന്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. മൈസൂർ കോടതി പിന്നീട് സുരേഷിനെ കുറ്റവിമുക്തനാക്കി. ഇൻസ്പെക്ടർ പ്രകാശ് ബിക്കെതിരെ നിയമ നടപടിക്ക് ശുപാർശ ചെയ്യുകയും സർക്കാരിനോട് സുരേഷിന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ 1 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരത്തിൽ തൃപ്തനാകാത്ത സുരേഷ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും 5 കോടി രൂപ തനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് കേസ് വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. വിചാരണ കോടതി വിധിയിൽ തന്നെ പ്രതിയായി കാണിക്കണമെന്നും തന്നെ തിരുത്തി ഇരയാക്കണമെന്നും ഈ കേസിൽ തനിക്കെതിരെ പ്രവർത്തിച്ച 5 പോലീസുകാർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നു. നിലവിൽ കഴിഞ്ഞ 3 വർഷമായി സുരേഷിന്റെ ഭാര്യ എവിടെയായിരുന്നു എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.